ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും അവളുടെ മക്കളും കൂടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മക്കളെയും കൊണ്ട് ഇന്ന് ഒന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങളൊന്ന് നേരെ പോയത് നെക്സ്റ്റോക്കാണ്. നെക്സ്റ്റോയിൽ എന്താ പറയുക, പെരിന്തൽമണ്ണ നെക്സ്റ്റോ ആണ്. പിന്നെ പെരിന്തൽമണ്ണ വരണമെങ്കിൽ പിന്നെ ചുറ്റിക്കറങ്ങി വരണം, കാരണം അങ്ങാടിപ്പുറത്ത് ഒരുപാട് ബ്ലോക്കാണ്. പിന്നെ എന്തായാലും നെക്സ്റ്റോയിൽ കയറിയിട്ട് അവിടെ ഡ്രസ്സ് സെക്ഷനിൽ കുട്ടികളുടെ സെക്ഷൻസ് ഒന്നും പറയാൻ വയ്യ, അത്രയ്ക്ക് കളക്ഷൻസാണ്. കാരണം നമ്മൾ സാധാരണ എനിക്ക് ട്വിൻസാണ്, അപ്പോൾ ആ ട്വിൻസ് അവർക്കൊക്കെ ഡ്രസ്സ് കിട്ടണമെങ്കിൽ ഒരേപോലെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം ചിലത് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കുമ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ പെയറുണ്ടാവില്ല, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ വന്നാൽ ഇഷ്ടം പോലെ കളക്ഷൻസ് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒക്കെ എല്ലാ കളക്ഷൻസും ഇഷ്ടം പോലെ ഉണ്ട്. അത്രയും സെലക്ഷൻസ് ഉണ്ട്. കുട്ടികളുടെയൊക്കെ ഇഷ്ടം പോലെ സെലക്ഷൻസാണ്. നൈറ്റ് ഡ്രസ്സായിട്ടും പുറത്തേക്ക് ഇടുന്ന ടൈപ്പ് കൊറിയൻ ടൈപ്പ് ടീഷർട്ടുകൾ, പാൻറ്റുകൾ എന്ന് വേണ്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കാരണം വീട്ടിലൊക്കെ ഇടുന്ന ടൈപ്പ് വരുന്ന ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ സ്കൂളിലെ ഐറ്റംസ്, ബാഗുകളായിട്ടും ബുക്കുകളായിട്ടും പിന്നെ വാട്ടർ ബോട്ടിൽസ്, ചോറ്റുപാത്രം എന്ന് വേണ്ട അങ്ങനത്തെ ഒരുപാട്. പിന്നെ വലിയ ആളുകളുടെ ഡ്രസ്സുകൾ റയോണിലും പിന്നെ ക്രൈപ്പിൻ്റെ പോലത്തെ ടൈപ്പ് ഫാബ്രിക്കിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഗൗണുകളായിട്ടും വിലയുണ്ട്. 999 ഉണ്ട്. ഒരു ടോപ്പിന് മാത്രമായിട്ട് 999 ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ ചിലപ്പോൾ കോഡ് സെറ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നതിന് പാൻറ്റും ടോപ്പും കൂടെ അടക്കം 999 ആണ് കൊടുക്കുന്നത്. കാരണം നല്ല ഇതുപോലത്തെ ഫാബ്രിക് തന്നെയാണ്, നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്. പിന്നെ റയോണിൻ്റെ പല ടൈപ്പ് കളേഴ്സിൽ ഗൗൺസ് വരുന്നുണ്ട്. ഈ കോഡ് സെറ്റൊക്കെ തപ്പിപ്പോണവർക്ക് അവിടെ പോവാട്ടോ. കാരണം ഡ്രസ് കോഡ് ഉണ്ടാവുമല്ലോ, കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂൾ ഫംഗ്ഷനോ കോളേജ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് കോഡ് സെറ്റായിട്ട് തപ്പിപ്പോണവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നെസ്റ്റോ. എന്തായാലും പെരിന്തൽമണ്ണ നെസ്റ്റോയിലെ കാര്യമായിട്ടാണ് പറയണത്. നല്ല അത്യാവശ്യം കളക്ഷൻസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിയെടുക്കണം വില കുറവ് ഏതാണ് എന്നുള്ളതൊക്കെ നല്ലോണം നോക്കിയെടുക്കണം. ഇത് കല്യാണ പെണ്ണുങ്ങൾ തലേൻ്റെ അകത്തിടുന്ന നല്ല വർക്കൊക്കെ വരുന്ന ടൈപ്പ് ഹിജാബുകളാണ്. പിന്നെ 399 മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടോപ്സൊക്കെ. നമ്മൾ സ്ലിറ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗം അതില്ല. പിന്നെ അധികം സ്ലിറ്റ് ഇല്ലാത്തതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്ലിറ്റുള്ളതെടുത്താൽ ഭയങ്കര പാടാണ്, തടിയുള്ളത് കാരണം. പിന്നെ ചെരുപ്പുകളുടേത് ഈ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെയും ചെരുപ്പുകളുടെ സെക്ഷനാണ്. കുട്ടികളുടെയും വലിയവരുടെയും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഡെയിലി വെയറായിട്ടും അല്ലെങ്കിൽ ഫാൻസി വെയറായിട്ടും ഫങ്ഷൻ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകളും കാര്യങ്ങളും അവിടെ ഉണ്ട്. ഷൂ ആയിട്ടായിട്ടും പിന്നെ മോഡേൺ ചെരുപ്പായിട്ടൊക്കെ ഒരുപാട് ചെരുപ്പുകൾ ഉണ്ട്. ഹീൽ ഇഷ്ടപ്പെടുന്നവർക്ക് അതുണ്ട്. ഫ്ലാറ്റ് പിന്നെ സ്കൂൾ ഷൂസുകൾ എല്ലാം കൂടെ ഒരുപാട് സെക്ഷൻസാണ്. പിന്നെ അവിടെ പോയിട്ട് അവിടെ ബാഗിൻ്റെ സെക്ഷൻസ് ഒരുപാട് ക്ലച്ചസും ബാഗ്സും ചെറിയ ചെറിയ വാനിറ്റി വെയറും എല്ലാം ഉണ്ട്. ഇത് കൂട്ടുകാരിയുടെ മോളാട്ടോ, അവൾ +2 പഠിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ ഫാഷനൊക്കെ നോക്കിക്കാണ്ട് എനിക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ നിന്ന് തരാറുണ്ട്. അതേമാതിരി ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ട്രയൽ അടിക്കുന്ന. പിന്നെ കമ്മലുകളുടെ സെക്ഷന് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള, എവിടെ പോയാലും ഞാൻ ചാടി വീഴുന്നൊരു സെക്ഷനാണ് കമ്മലുകൾ. കാരണം ഇങ്ങനത്തെ ചെറിയ ഫാൻസി ഐറ്റംസൊക്കെ എനിക്കിഷ്ടമാണ്. വളകളൊന്നും ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ അവിടെ ക്രാബ്സ്, അതുപോലെ എഡി സ്റ്റോണിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ നൊസ്റ്റു അടിച്ച് പോവും കുട്ടികളുടെ മാലകൾ, മുത്തുമാലയൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ആ ഒരു കളർഫുൾ ഓർമ്മകളിലേക്ക് പോകും. കാരണം അന്നൊക്കെ എത്രങ്ങാനും ഇങ്ങനത്തെ മാലകൾ ഇട്ടിരുന്നതെന്നുള്ള. പിന്നെ അതുപോലെ ഈ സ്റ്റോണിൻ്റെ ടൈപ്പ് ഉണ്ടല്ലോ, അതായത് ഡെയിലി വെയറായിട്ടും ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മലും മാലയും കൂടെ വരുന്ന ടൈപ്പ് കുഞ്ഞ് നല്ല അടിപൊളി ഭംഗിയുള്ള മാലകളും കമ്മലുകളും ഒക്കെ വരുന്ന നല്ല സ്റ്റോണും കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫാൻസി ഐറ്റംസ് ഒരുപാടുണ്ട്. പിന്നെ അവിടെ മോതിരം ഇതുപോലെ ഇങ്ങനെ കൊളുത്തി വെച്ചേക്കുകയാണ്, മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൊളുത്തി വെച്ചേക്കുകയാണ് അവർ. അതൊരു നല്ലൊരു ട്രിക്കായിട്ട് തോന്നി. കാരണം ഇട്ട് നോക്കുകയും ചെയ്യാം, പക്ഷേ എടുത്തുകൊണ്ട് പോകാനും പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിച്ച് ഇതുപോലുള്ള സാധനങ്ങൾ വെക്കാനും പറ്റില്ല. കാരണം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനൊരു മോതിരം എടുത്ത് അങ്ങനെ അവരെടുത്തിട്ട് തന്നത്
പിന്നെ ക്രാബ്സും ചീപ്സും അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ പെൺകുട്ടികളുടെ ക്രോക്സ് ആയിട്ടുള്ള ഐറ്റംസ് അതൊക്കെ ഒരുപാട് അവിടെ ഉണ്ട്. എന്തായാലും നെസ്റ്റോയിൽ പോണവർക്ക് ഈ പറയുന്ന മാതിരി വർത്തേറ്റ് നമ്മൾ നോക്കി നോക്കി എടുക്കണം കേട്ടോ. പിന്നെ നെസ്റ്റോയിലൊരു നമ്മളൊരു ഇത് കണ്ടതെന്ന് വെച്ചാൽ ഈ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ അവിടെ അവർ പല സെക്ഷനിലും പല റേറ്റ് ഇട്ടുകൊണ്ട് ഒരേ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയാണ് അത്. പക്ഷേ നമുക്കത് ഭയങ്കര എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് കൂടെ മാത്രമായിരിക്കും പോണത്. അപ്പോൾ നമുക്ക് അവിടുന്ന് എടുത്തിട്ട് നമ്മൾ ബില്ലടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ 399 എന്നുള്ള റേറ്റിന് എടുത്തുകൊണ്ട് പോകും. പക്ഷേ അവിടെ 199 രൂപയ്ക്ക് സെയിം സാധനം വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. കാരണം അവർ അത് ഒരു ബിസിനസ് ട്രിക്കാണ് അവരുടെ. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ റേറ്റ് കുറവ് നോക്കിക്കാണ്ടല്ല, പിന്നെ കുറേ നടക്കണം. ഇത് എത്രയോ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് മൊത്തം നടക്കുക എന്ന് പറഞ്ഞാൽ കാലിൽ വല്ല ചക്രവും വെച്ച് നടക്കേണ്ടി വരും. അത്രയും ഇതുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം മൊത്തം പോയി നിന്നാലും നമ്മൾ ഒരു 10 ലക്ഷം രൂപയും കൊണ്ട് പോയാലും ഒറ്റയടിക്ക് തീരും. കാരണം അത്രയും പർച്ചേസ് ചെയ്യാൻ നോക്കി നോക്കി എടുക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യണം. ടവൽസിനൊക്കെ അവിടെ ഓഫറുണ്ട്, 99 ഉള്ളൂ. അപ്പോൾ പിന്നെ ഫ്രയറുകൾ പിന്നെ എല്ലാം അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. ഇതേപോലെ നമുക്ക് നോക്കി നോക്കി എടുക്കാമെങ്കിൽ ഈ എന്താ പറയുക, ഹൗസ് വാമിങ്ങിനൊക്കെ ഉള്ള ആളുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാവും. കാരണം ഇതുപോലെയൊക്കെ ഓഫറിൽ കിട്ടുമ്പോൾ നമുക്ക് മറ്റുള്ള കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഓഫറിൽ കിട്ടുമെങ്കിൽ നമുക്കത് ഹെൽപ്പാണ്. പിന്നെ സാധാരണ കടക്കാർക്ക് ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ വരുമ്പോൾ വളരെയധികം നഷ്ടമാണ്. കാരണം ചെറിയ ചെറിയ കടക്കാർ അവർ അതുമാത്രം വിറ്റ് ജീവിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് പറയണ്ട, കാരണം ഇഷ്ടം പോലെയാണ് അവിടെ. ഏതെല്ലാം ബ്രാൻഡുണ്ട് ലോകത്തിൽ അതെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ പാത്രങ്ങൾ ഈ പറയുന്ന മാതിരി ഒന്നും പറയാൻ വയ്യ, അടിപൊളി പാത്രങ്ങളാണ്. അതിൻ്റെയൊക്കെ ഒരു മോഡലിൻ്റെ തന്നെ പല ടൈപ്പ് പാത്രങ്ങളുണ്ട് അവിടെ. കുട്ടികൾക്കും സ്കൂളിൽ കൊണ്ടുപോകാനും മറ്റുള്ളതും ഒക്കെ ആയിട്ടുള്ള പല ടൈപ്പ് പാത്രങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. കാരണം നമുക്ക് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുപോലെ ഓരോ സെക്ഷനിലും, കുക്കറുകളുടെ സെക്ഷനിലാണെങ്കിൽ എല്ലാ സെക്ഷനിലും അതുപോലെ ചിലതിനൊക്കെ ഈ കുഞ്ഞു പാത്രത്തിനൊക്കെ 399 റുപ്യൊക്കെ ഉണ്ട്, 300 സംതിങ് അങ്ങനെ അങ്ങാടൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു സാധാരണ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്രയൊന്നുമില്ല. അതുപോലെ ചട്ടികളും പിന്നെ പൊട്ടുന്ന പാത്രങ്ങൾ, പിന്നെ അല്ലാത്ത യൂസ് ചെയ്യുന്ന ലോക്ക്, മറ്റത് മറിച്ചത്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോയി നമ്മളുടെ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നും. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന പാത്രങ്ങൾ കൊണ്ട് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങാതിരിക്കാൻ നല്ലതെന്ന് തോന്നും. കാണുമ്പോൾ വാങ്ങിക്കാനൊക്കെ ഒരു കൗതുകം തോന്നും. നല്ല രസമുള്ള പാത്രങ്ങളാണ് എല്ലായിടത്തും. ഇത് ഈ പറയണ മാതിരി ഒരു ദിവസം ആ ദിവസം മൊത്തം നമ്മളുടെ പോവും. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് അവിടെ. പാത്രങ്ങളായാലും കണ്ടോ, അതൊക്കെ നമ്മളെ വീട്ടിൽ പണ്ടത്തെ മോഡൽ ടൈപ്പ് സാധനങ്ങളാണ്. പിന്നെ വാട്ടർ ബോട്ടിൽസ്, ഇത് ഗ്ലാസ്സുകൾ, അതുപോലെ ജഗ്ഗുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് അവിടെ കേട്ടോ. സത്യം പറഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് ഈ ഒരു എന്താ പറയുക ഏരിയയിലേക്ക് വരാതിരിക്കണം നല്ലത്. കാരണം ഏരിയയിലേക്ക് മീൻസ് ഈ നെസ്റ്റോയിലേക്ക് വരാതിരിക്കണം നല്ലത്. കാരണം കുട്ടികൾ ഓരോരോ സാധനങ്ങൾ കണ്ടിട്ട് കളിപ്പാട്ടങ്ങളും അതും ഇതും, പിന്നെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും മിഠായി അതും ഇതൊക്കെ ഓഫർ കിടക്കുന്നതുകൊണ്ട് കാണുമ്പോൾ അവരത് വാങ്ങണം എന്നുള്ള പറയും. എന്തായാലും നമ്മളാണെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കും. പെണ്ണുങ്ങളല്ലേ, പൊതുവേ ആവശ്യങ്ങളുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി വാങ്ങും. പിന്നെ ഫ്രൂട്ട്സുകളെല്ലാം ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരുവിധം സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ. മുന്തിരി ആയിട്ടും സ്ട്രോബെറി ആയിട്ടും പ്ലംസ്, ജംസ്, എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ മാങ്ങയുടെ ഒരു ഫെസ്റ്റ് തന്നെയാണ്. പഞ്ചാരക്കുട്ടി മാങ്ങ എന്തോ ഒരു മാങ്ങയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ റംബൂട്ടാൻ, അത് നമ്മളെ ഫേവറേറ്റാണ്, അതുകൊണ്ട് അത് കുറച്ച് മേടിച്ച്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും പുറത്തത്തെ അപേക്ഷിച്ച് ഇവിടെ വില കൂടുതലായിരിക്കും. എന്നാലും ചെറിയ റേറ്റിന് വില കുറവുണ്ടാവും. ഇതാണ് പഞ്ചാരക്കുട്ടി മാങ്ങ കേട്ടോ. പിന്നെ ഈ മാങ്ങ ഭയങ്കര മണമാണ്, പക്ഷേ വാടിയിരിക്കുകയാണ്, അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഒരുപാട് ടൈപ്പ് മാങ്ങകളുണ്ട്, പല ടൈപ്പ് കാറ്റഗറിയിൽ കിടക്കുന്നതുണ്ട്. പിന്നെ കിവി, പ്ലംസ്, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. എന്തായാലും പാഷൻ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ വൈറ്റും റെഡും ഒക്കെ ഉണ്ട്. പിന്നെ നട്ട്സിന് ഓഫറുണ്ട്, എന്തൊക്കെയോ ഇത്ര ഗ്രാം ഇത്ര ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വലിയതായിട്ട് പർച്ചേസൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം ഒന്നാമത് ഈ ഫ്ലോർ മൊത്തവും നടന്ന് മനുഷ്യൻ്റെ കയ്യും കാലും വേദന എടുക്കാൻ തുടങ്ങി. കാലുമ വല്ല ചക്രം ഉണ്ടെങ്കിൽ സുഖമായിരുന്നു എന്ന് വിചാരിച്ച് ഈ ജ്യൂസസ് കുറച്ച് എടുത്തു കേട്ടോ. കാരണം അത്രയും വെള്ളത്തിന്